ഹായ് ഗായ്സ്, നമ്മൾ വെളുപ്പിനെ എണീറ്റു തെയ്യം കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ടൈം 3:40 ആയിട്ടുണ്ട്. ഇനി റെഡിയായിട്ട് വേഗം ഇറങ്ങണം. റെഡിയായിട്ട് വരാം. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ വേഗം പോകണം. ഗൈസ്, രാവിലെ 3:30 അപ്പോൾ റെഡിയായി വന്ന് വീണ്ടും തെയ്യം കാണാൻ പോവുകയാണ്. അപ്പോൾ ലേറ്റ് വേണ്ട, വേഗം പോകും. ഇത്രയും രാവിലെ ആയതുകൊണ്ട് ഒന്ന് വീട് ഫുള്ള് ഒരു സൈലൻ്റ് ആയിരുന്നു. എല്ലാവരും ഓരോരുത്തരുടെ പണിയിലിരുന്ന് കുറച്ച് പേര് റെഡിയാവുന്നു, കുറച്ച് പേര് ചായ കുടിക്കുന്നു. അങ്ങനെ എൻ്റെ റെഡിയാവലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെൻ്റെ ഡ്രസ്സ് കാണിക്കാൻ വേണ്ടി വന്നത്. അപ്പോഴാണ് ഇവള് റെഡിയാവുന്നത് കണ്ടത്. അപ്പം ചുമ്മാ കണ്ണാടി കിടന്ന് കുറച്ച് കോപ്രായ കാണിച്ച് വീഡിയോ എടുത്തതാണ്. അങ്ങനെ മിററിൻ്റെ മുന്നിൽ ഷോ കാണിക്കലോ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോയി. ചായയും പിന്നെ ബിസ്ക്കറ്റായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും രാവിലെ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ളൊന്നും കഴിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും വിശക്കാതിരിക്കാൻ കുറച്ച് ചായ കുടിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു. മിറർ എവിടെ കണ്ടാലും ഒരു മിറർ വീഡിയോയോ മിറർ ഫോട്ടോയോ എടുക്കണം, അത് നിർബന്ധം. നമ്മളെല്ലാം റെഡിയായി കഴിഞ്ഞു, ഇറങ്ങുകയാണ്. ഫുൾ ഇരുട്ടായിരുന്നു കേട്ടോ, അത്രയും പുലർച്ചെയാണ്. ഞങ്ങൾ വണ്ടിയിലാണ് പോകുന്നത്. ചേട്ടൻ്റെ വണ്ടി ഉണ്ട്, ചേട്ടൻ വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ്. ചെരുപ്പിട്ടു, ചേച്ചിയുടെ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്നു. വണ്ടി തറവാട്ടിലായിരുന്നു, അവിടെ നിന്ന് എടുക്കാൻ പോയതാണ്. ഞങ്ങൾ പുലർച്ചെ ഈ ഒരു ടൈം ആയതുകൊണ്ടാണ് വണ്ടി എടുത്തത്. അല്ലെങ്കിൽ വണ്ടി പോകാനുള്ള ദൂരമൊന്നുമില്ല, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. വണ്ടി ഞങ്ങൾ അവിടെ സൈഡാക്കിയിട്ട് ലൈറ്റ് ഉള്ള ഭാഗത്തെത്തിയപ്പോൾ പിന്നെ നടക്കാമെന്ന് വെച്ചു. കാരണം അവിടെയൊക്കെ ഫുൾ സൈഡിൽ വണ്ടികൾ നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തോരണം പോലെ ലൈറ്റൊക്കെ തൂക്കില്ല, അത് അമ്പലത്തേക്ക് പോകുന്ന വഴിയാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെയൊക്കെ കാണുന്നത്. കല്യാണത്തിന് മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു രൂപം കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ അങ്ങനെ മാറി മാറി വരും. ഇപ്പോൾ ഇത് ഗുളികൻ്റെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇവ എന്തോ കഥ പറയുന്ന പോലെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അതുപോലെ ഈ കറങ്ങുന്ന രീതിയിൽ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് അതിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗമായിരുന്നു. ഇത് കുറേ നേരം നീണ്ടു നിന്നിട്ടുള്ളൊരു പ്രോഗ്രാമായിരുന്നു. പ്രോഗ്രാം എന്ന് ഞാൻ പറയുമ്പോൾ അത് തെറ്റായിട്ട് എടുക്കരുത്. ഇതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുപോലെ ഈ കലാകാരന്മാരിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയും കറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നി. ഒരുവിധം എല്ലാവർക്കും, അതിലുള്ള എല്ലാവർക്കും ഇതൊക്കെ അറിയാം. ഇവരൊക്കെ ഇത് ചെറുപ്പം മുതലേ പ്രാക്ടീസ് ചെയ്ത് വരുന്നതാണ്. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത് നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ നെക്സ്റ്റ് ഇവരുടെ ഈ തലയമ്മ വയ്ക്കുന്ന ഈ സാധനം വയ്ക്കുന്നതാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ഭയങ്കര ഹൈറ്റിലാണിത് നിൽക്കുന്നത്. കനം കുറവാണിത്, എന്നാലും അത്രയും ഹൈറ്റിൽ വെച്ചിട്ട് ഇവരിത് കറങ്ങൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. നല്ലോണം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇവർ ചെറുപ്പം മുതലേ ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആൾക്കാരാണല്ലോ. എന്തൊക്കെ പറഞ്ഞാലും നമുക്കിത് ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ ഒരു അത്ഭുതമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇവരുടെ കുറച്ച് പ്രോഗ്രാംസ് കാണും. ഈ പ്രോഗ്രാം കഴിയുമ്പോഴേക്ക് തന്നെ രാവിലെ ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് വേറൊരു പ്രോഗ്രാമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് പന്തം വെച്ചിട്ട് കറങ്ങുന്ന അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷെ ഇത് രാത്രിയാണ് ശരിക്കും വരേണ്ടത്. ടൈം ലേറ്റായിട്ട് അത് രാവിലെ ആയി ചെയ്യുമ്പോഴേക്ക്. അതുകൊണ്ട് തന്നെ നൈറ്റ് കാണുന്ന അത്ര ഒരു ഭംഗി കിട്ടിയിട്ടില്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല, പ്രോഗ്രാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാൻ പറ്റി. ഇത് ഈ തീ ഇങ്ങനെ ഫുൾ റൗണ്ടിൽ കത്തിച്ചിട്ട് അത് വെച്ചിട്ട് ഇവർ കറങ്ങുകയും സ്റ്റെപ്പുകൾ ഇടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്.
തീ ഫുള്ള് കത്തി കഴിഞ്ഞതിന് ശേഷം അതൊക്കെ എടുത്ത് മാറ്റാൻ, തലയുടെ മുകളിലൊക്കെ എടുത്ത് മാറ്റുകയൊക്കെ ചെയ്ത്. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് പിന്നെ ഇത്. കുറേ സ്റ്റെപ്പ് ഇടുകയും പിന്നെ അവിടെയുള്ള ആൾക്കാരെ തന്നെ കളിയാക്കുകയും അങ്ങനെ കുറച്ച് ഫൺ ടൈപ്പായിരുന്നു അത്. ലാസ്റ്റ് പ്രോഗ്രാമായിരുന്നു അത്. അതും കഴിഞ്ഞ് ഒരു കലാശക്കൂട്ടും കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവുകയാണിനി. മക്കൾക്കൊക്കെ ഉറക്കം വന്നതുകൊണ്ട് തന്നെ ചേട്ടനും ചേച്ചി നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വിളിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ വീണ്ടും വന്നു. അങ്ങനെ തെയ്യം വ്ളോഗ് ഇവിടെ അവസാനിച്ച്. വേറെ വ്ളോഗായിട്ട് കാണാം. ബൈ.